എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുകയാണ്, അതായത് റെസിപ്പിയുടെ വീഡിയോസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. കാരണം ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല, സത്യം അതാണ്. അപ്പം അത് സേവ് ചെയ്ത് വെച്ചേക്കും, പിന്നീട് ഐറ്റം കയ്യിൽ കിട്ടുന്ന ടൈമിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയാണ് ഞാൻ മറ്റേ നമ്മുടെ വാഴക്കയില്ലേ അത്. അപ്പം അത് അന്നിങ്ങനെ നേരത്തെ ഇങ്ങനെ കണ്ട ടൈമിൽ എൻ്റെ കയ്യിൽ സംഭവം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. പിന്നെ രാവിലെ തോരന് കൊണ്ടുപോകാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത് പുഴുങ്ങാനൊക്കെ ആയിട്ട് വെച്ച്, പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് വാപ്പിച്ചി മുട്ട കൊണ്ടുവന്നത്. അപ്പം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം അതിനുള്ള സവാളയും എല്ലാത്തിനും സവാളയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം അവളെനിക്കത് ക്ലീൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാൻ മുട്ട പൊരിക്കാമെന്ന് ഓർത്തു. അപ്പം ഇത്രയും മുട്ട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും മുട്ടയെന്ന്. ഒന്നുമല്ല, ഞങ്ങൾ 6-7 പേരുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഓരോ പീസാണെങ്കിലും എടുക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൊണ്ടുവന്നതിൽ ഫുള്ള് മുട്ട എടുത്തില്ല. രാവിലെ അപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിനുള്ള 2-3 മാറ്റിയിട്ട് ബാക്കി ഫുള്ളും എടുത്തു. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ ഉപ്പും പിന്നെ പച്ചമുളക്, പിന്നെ എന്താ പറയുക, സവാള, ഇത് 3 എടുക്കാറ്. സോറി 2 എടുക്കാറ്. അപ്പം പച്ചമുളക് എന്ന് പറയുന്നത് നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ. നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ലേശമാണ് ഇടാവുള്ളൂ. കാരണം വേറെ ഒന്നും നമ്മൾ പിന്നെ ഇടുന്നില്ലല്ലോ. പിന്നെ പൊരിക്കുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് എരിവിനൊന്നുമല്ല, ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളത് ഒരുമിച്ച് ഉണ്ടാക്കി കേട്ടോ. കാരണം ഓരോ ടൈമിൽ ഓരോരുത്തർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റാത്തതന്നെ ഞാൻ ഒരുമിച്ച് ആ പണി അങ്ങ് തീർത്തു. അപ്പോൾ ഇതിൻ്റെ മണം കേട്ടിട്ടാണ് എന്നാന്ന് എനിക്കറിയാൻ പാടില്ല, 2 പൂച്ചകൾ വരുമെന്ന് പുറവശത്തെ വാതിൽ തുറന്നിട്ട് നിൽക്കായിരുന്നു. പിന്നെ അതുങ്ങളെയൊക്കെ ഓടിച്ചിട്ടിട്ട് പിന്നെ അടുത്ത പണിക്ക് പോയി. പിന്നെ അത് വാഴയ്ക്ക തണുക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചു. കാരണം അത് തണുത്ത് കഴിഞ്ഞിട്ടാണ് അത് ചീമ്പി എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ രാവിലെ മുട്ടക്കറിക്ക് സാധാരണ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടൈമുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രാത്രി മുട്ട പുഴുങ്ങി വയ്ക്കും, രാവിലെ അത്രയും ടൈം ലാഭിക്കാമല്ലോ എന്നോർത്തുണ്ട്. അല്ലെങ്കിൽ ഗ്രേവി ഉണ്ടാക്കി വെക്കും മുട്ടയുടെ, ഏതെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്. അപ്പം ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടായിരുന്നു കിടക്കാറ്. അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് നമ്മൾ രാവിലെ കറി ഉണ്ടാക്കുന്ന ടൈമിൽ ബലം വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല അത്. നമ്മൾ മേടിക്കുന്ന മുട്ടയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇത്തവണ ഗ്രേവി ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്ത് ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അതിന് ഞാൻ തക്കാളി കൂടുതൽ ആഡ് ചെയ്യും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സോസ് കാര്യങ്ങൾ മറ്റേ ടൊമാറ്റോ സോസ് ഇല്ലേ, അത് ആഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ തക്കാളിയാണ് എടുക്കാറ്. അപ്പം അതും കൂടെ ഇട്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്.